കെപിസിസിയിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. എഐ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദതന്ത്രം മറികടക്കാൻ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പാക്കുകയാണ് നേതാക്കളുടെ ലക്ഷ്യം. താരിഖ് അൻവറുമായും കെ.സി. വേണുഗോപാലുമായും നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, രാഹുൽ ഗാന്ധിയെ കാണുന്നുണ്ട്. നേരത്തെ ഈ ഹൈക്കമാൻഡിന്റെ പിന്തുണ സംസ്ഥാന നേതൃത്വത്തിന് അനിവാര്യമാണ്. അതിനുള്ള ശ്രമങ്ങളാണോ ഡൽഹിയിൽ പുരോഗമിക്കുന്നത്? രഞ്ജിത്ത്, രാവിലെ കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിലെ പഠനപ്പിണക്കങ്ങൾ അടക്കം വിശദമായി ഗ്രൂപ്പ് നേതാക്കൾ ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൃത്യമായി ദേശീയ നേതൃത്വത്തെ ബോധിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി കെ സുധാകരനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ചർച്ച നടത്തുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും നാളുകളായി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഉണ്ടായ മുഴുവൻ പ്രശ്നങ്ങളും നേതൃത്വത്തെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തും. അതോടൊപ്പം കെ സുധാകരനെതിരെ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിയമ നടപടികൾക്ക് പിന്നിൽ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം നേതാക്കളുടെ കൃത്യമായ ആസൂത്രണവും കരുനീക്കവും ഉണ്ട് എന്ന തരത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളടക്കം അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ബോധിപ്പിക്കും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇന്നത്തെ ഈ ചർച്ചയുടെയും കൂടിക്കാഴ്ചയുടെയും പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വരാൻ പോകുന്ന DCC ഭാരവാഹികളുടെ പൊതുസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അടക്കം ദേശീയ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഗ്രൂപ്പ് നേതാക്കൾ മുമ്പോട്ട് വെക്കുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നൊരു രാഷ്ട്രീയ ദൗത്യം കൂടി ഇന്നത്തെ ഈ ചർച്ചയിലും കൂടിക്കാഴ്ചയിലുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് നേതൃത്വം എടുക്കുന്ന തീരുമാനം നിർണായക ഭാഗം. എന്തായാലും വൈകിട്ട് 6 മണിക്ക് ശേഷം കോൺഗ്രസ് ദേശീയ അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയിലും ഗ്രൂപ്പ് നേതാക്കൾ മുമ്പോട്ട് വെക്കുന്ന സമ്മർദ്ദ തന്ത്രങ്ങളെ കുറിച്ച് അടക്കം വിശദമായ ചർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. എന്തായാലും രാഷ്ട്രീയമായി AI ഗ്രൂപ്പുകളുടെ മുതിർന്ന നേതാക്കൾ നേരത്തെ തന്നെ പരസ്യമായി മാധ്യമങ്ങളിലൂടെ തങ്ങൾ ഹൈക്കമാൻഡിനെ സമീപിക്കാൻ പോകുകയാണ് സംയുക്തമായി എന്ന പ്രസ്താവനകൾ നടത്തിയിരുന്നു. പക്ഷേ അവർ ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഹൈക്കമാൻഡ് നേതൃത്വം നിലവിൽ പ്രതിപക്ഷ നേതാവിനെയും KPCC അധ്യക്ഷനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് നിർണായകമായ ചില കൂടിയാലോചനകളുടെ ഭാഗമായിട്ടാണ് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് നേതൃത്വം എടുക്കുന്ന തീരുമാനമായിരിക്കും അന്തിമമാകുക. ആ തീരുമാനം ആർക്ക് അനുകൂലമായി മാറും എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്ത് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചില നീക്കങ്ങൾ സംസ്ഥാനത്ത് വി.ഡി. സതീശനും സുധാകരനുമെതിരെ നടക്കുന്നുണ്ട്. അത് ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് താനും. ഇതിപ്പോൾ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യം, ഇപ്പോൾ വിജിലൻസ് അന്വേഷണം കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. സുധാകരന്റെ സ്വത്തുവകകളെ കുറിച്ചുള്ള അന്വേഷണം അടക്കം. അങ്ങനെ ഒരു KPCC അധ്യക്ഷനെതിരെ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ആരോപണങ്ങളും അന്വേഷണവും നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഹൈക്കമാൻഡ് മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. രഞ്ജിത്ത്, കൃത്യമായ രാഷ്ട്രീയ പകപോക്കലാണ് നടക്കുന്നത്. ഇതിനെ ഒരു രാഷ്ട്രീയ പ്രചാരണായുധമായി ഉപയോഗിക്കണം. കെ സുധാകരനെ ഉന്നം വെച്ചാൽ അത് കൃത്യമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ മനോവീര്യം കെടുത്തുന്ന ഒരു നടപടിയായി മാറും എന്ന തരത്തിൽ സർക്കാർ തലത്തിൽ കൂടിയാലോചനകൾ നടക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളടക്കം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഒപ്പം തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നിയമ നടപടികൾക്ക് പിന്നിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് അതടക്കം വ്യക്തമായി ദേശീയ നേതൃത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യമമാണ് കെ സുധാകരനും ഒപ്പം തന്നെ വി.ഡി. സതീശനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ തന്നെ പരസ്യമായി കെ സുധാകരനെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനുള്ള KPCC നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പം കെ സുധാകരൻ അടുത്ത ദിവസം ഹൈക്കോടതിയെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കാനുള്ള സാധ്യതയടക്കം ഉരുത്തിരിയുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ നിയമപരമായി വിഷയത്തിൽ ഏത് തരത്തിലുള്ള തുടർ നടപടികളായിരിക്കും സ്വീകരിക്കുക എന്ന കാര്യവും രാഹുൽ ഗാന്ധിയെ നേരിൽ കണ്ട് ബോധിപ്പിക്കുന്നുണ്ട്. രഞ്ജിത്ത്, ഇന്ന് പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടന്നത് മല്ലികാർജുൻ ഖർഗെയെ കണ്ടു. രാഹുൽ ഗാന്ധിയെ കാണാൻ പോകുന്നു സുധാകരനും സതീശനും. ഇത് ഈ പൂർണ്ണ പിന്തുണ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയുള്ള സുധാകരന്റെ നീക്കങ്ങളിൽ ആരോപണങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്നുണ്ടോ, അതോ ഇത്തരത്തിൽ ചില ആരോപണങ്ങളിൽ സുധാകരൻ ചെന്ന് പെട്ടതിലുള്ള അതൃപ്തി ഏതെങ്കിലും തരത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടോ? രഞ്ജിത്ത്, താരിഖ് അൻവറുമായും ഒപ്പം തന്നെ കെ.സി. വേണുഗോപാലുമായാണ് ഉച്ചയ്ക്ക് മുമ്പ് ചർച്ച നടത്തിയത്. ഉച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുമായി ഇപ്പോൾ ചർച്ച നടക്കുന്നു. ഏറ്റവും ഒടുവിലായിരിക്കും മല്ലികാർജുന ഖാർഗെയുമായിട്ടുള്ള കൂടിക്കാഴ്ച. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ സുധാകരനെ
വിമർശിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള അത്തരമൊരു പരാമർശമോ അല്ലെങ്കിൽ അത്തരമൊരു നീക്കങ്ങളോ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് ബാക്കിയാകുന്നത്. പാർട്ടി അതിനുവേണ്ടി സജ്ജമാക്കേണ്ട സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ KPCC അധ്യക്ഷനെതിരെ ഏതെങ്കിലും തരത്തിലൊരു നടപടിയെടുത്താൽ അത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയെ മാറുമെന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡ് നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ സുധാകരന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് LDF പകപോക്കൽ രാഷ്ട്രീയം നടത്തുകയാണ് എന്ന തരത്തിലുള്ളൊരു പ്രചാരണം സംസ്ഥാന വ്യാപകമായി അഴിച്ചുവിടുന്നതിനുള്ള ഒരു നീക്കം, അതിന് പൂർണ്ണമായ ഒരു പിന്തുണ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് പാർട്ടി നേതൃത്വത്തിന് കൊടുക്കും. സംസ്ഥാനത്ത് KPCC അധ്യക്ഷനടക്കം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനടക്കം അതുമായി ബന്ധപ്പെട്ട ഒരു പിന്തുണ തന്നെ കൊടുക്കും എന്ന വിവരങ്ങളാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭ്യമാകുന്നത്. രഞ്ജിത്ത്, ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. സുധാകരൻ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ പിന്തുണയും പിൻവലിയും അറിയിച്ചു. പൂർണ്ണമായും പിന്തുണ. നിയമ നടപടികളിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് താരിഖ് അൻവർ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയെ പോലെയാണ് പെരുമാറുന്നതെന്ന് താരിഖ് അൻവർ പറഞ്ഞു. ഇടത് സർക്കാർ കോൺഗ്രസിനെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും താരിഖ് അൻവർ കുറ്റപ്പെടുത്തി. देखिए, केरल की पोजीशन थोड़ा डिफरेंट है, ये बात सही है. वहाँ के जो मुख्यमंत्री हैं उनका जो रवैया है वो बिल्कुल ऐसा लगता है कभी कभी कि भारतीय जनता पार्टी का जो रवैया है या प्रधानमंत्री नरेंद्र मोदी का जो रवैया है विपक्ष को दबाने वाला, विपक्ष की आवाज को दबाने वाला, वो रवैया उनका भी है. और जिस तरह से हमारे प्रदेश अध्यक्ष को एक गलत केस में उनको फंसाने की कोशिश की गई, उनको गिरफ्तार करने की कोशिश की गई, तो ये सारी चीजें जो हुई है इससे ये स्पष्ट हुआ है कि वहाँ की जो नेता हैं, स्थानीय नेता हैं केरला के, उनका जो रवैया है वो ठीक नहीं है. സംസ്ഥാനത്ത് CPMന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ വേട്ടയാടലുകൾ തുടരുന്നു എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇതെന്ത് കമ്മ്യൂണിസമാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനെ തകർക്കാൻ കഴിയില്ലെന്നും ആരെയും വേട്ടയാടലിന് വിട്ടുകൊടുക്കില്ലെന്നും KC പറഞ്ഞു. അവരുടെ ഈ വിച്ച് ഹണ്ടിങ് പ്രോസസ്സ് അവരെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് നയിപ്പിക്കും. വിനാശകാലേ വിപരീത ബുദ്ധി, ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കൊടുക്കുക, അവരെ പെടുത്തുക, വിരട്ടുക, ഇത് അവർക്ക് ഗുണമല്ല, കൂടുതൽ ദോഷമാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അവർക്ക് വ്യക്തമായി മനസ്സിലാവും. ഇങ്ങനെയല്ല രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് എന്ത് കമ്മ്യൂണിസമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ കുറേ കേസിൽപ്പെടുത്തിയാൽ കോൺഗ്രസ് പട്ടിമടക്കി മതിയാക്കി പോകുന്നു. അവർക്ക് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് 10 മടങ്ങ് ശക്തിയായിട്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കും. അതിനുള്ള ശക്തി കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. ഇത്തരം ഏകപക്ഷീയമായിട്ടുള്ള വേട്ടയാടലുകൾ പൊതുജന മനസാക്ഷിയുടെ മുമ്പിൽ ഞങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും, ധാർമ്മികതയും പകരും. അങ്ങനെ സർക്കാരിന്റെ വേട്ടയാടലിന് ആരെയും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവുന്ന പ്രശ്നമില്ല. ആരെയും, ഒരു കോൺഗ്രസുകാരനെയും സർക്കാരിന്റെ വേട്ടയാടലിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ നീക്കം. സുധാകരന്റെ വരുമാന സ്രോതസ്സിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. സുധാകരന്റെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബുവിന്റെ പരാതിയിലാണ് അന്വേഷണം. KPCC അധ്യക്ഷൻ K സുധാകരനെ വിടാതെ പിന്തുടർന്ന പോലീസ്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജാമ്യം നേടി പുറത്തു വന്നതിന് പിന്നാലെയാണ് വിജിലൻസ് അന്വേഷണ നീക്കം. ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുധാകരൻ തന്നെയാണ് അന്വേഷണ വിവരം വെളിപ്പെടുത്തിയത്. നിങ്ങൾ അറിയാണ്ടിരിക്കണ്ട, എന്റെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ വാർത്തയും കൊടുത്തേ. ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്, സംസ്ഥാന പോലീസാണ്. ചോദ്യം ചെയ്യാനൊന്നും വിളിപ്പിച്ചിട്ടില്ല. എന്റെ വൈഫിന്റെ അക്കൗണ്ടൊക്കെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസിന് ചോദിച്ചിട്ടുണ്ട്. ഏത് അക്കൗണ്ട് പരിശോധിച്ചാലും എന്റെ സാമ്പത്തിക വരുമാനത്തെക്കുറിച്ചും സ്രോതസ്സിനെ കുറിച്ചും ഒക്കെ എന്ത് പരിശോധിക്കാനും ഞാൻ സഹകരിക്കാൻ തയ്യാർ. സുധാകരന്റെ ഭാര്യയുടെ ശമ്പള വിവരങ്ങൾ തേടി വിജിലൻസ് കണ്ണൂർ കാടാച്ചിറ ഹൈസ്കൂൾ പ്രിൻസിപ്പലിന് നോട്ടീസ് നൽകി. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെല്ലിനാണ് അന്വേഷണ ചുമതല. പണം സുധാകരന് വീക്ക്നെസ് ആണെന്ന ആരോപണവുമായി പ്രശാന്ത് ബാബു വീണ്ടും രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ എല്ലാ വീക്ക്നെസ്സും ഞാൻ പറയുന്നില്ല, എന്നാൽ പ്രധാന വീക്ക്നെസ് ആണ് പണം. ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ മുമ്പേ കൊടുത്തതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ആ കാര്യങ്ങൾ വിജിലൻസിന് മുമ്പാകെ വീണ്ടും ആവർത്തിക്കാൻ, അതിന്റെ കാര്യങ്ങൾ മൊഴി കൊടുക്കാൻ ഞാൻ പോവുകയാണ്. സുധാകരനെ വേട്ടയാടാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന വാദവുമായി പ്രതിരോധം തീർക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം.
വി.ഡി. സതീശൻ കെ. സുധാകരനെ പിന്തുണയ്ക്കുന്നത് തനിക്കും ഇതേ ഗതിയെന്ന് ചിന്തിക്കുന്നതുകൊണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. തെളിവുകളെല്ലാം സുധാകരനെതിരാണ്. കേസ് കൊടുക്കുമെന്ന ഓലപ്പാമ്പ് കാണിച്ചാൽ പേടിക്കില്ല. പുനർജനി വീട് നിർമ്മാണത്തിൽ ക്രമക്കേട് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു. വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന M.V. ഗോവിന്ദന് എന്തും പറയാമെന്ന് കെ. സുധാകരൻ. 2 ദിവസത്തിനുള്ളിൽ M.V. ഗോവിന്ദനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും. സംസ്ഥാന പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തന്റെ സാമ്പത്തിക കാര്യങ്ങളും അന്വേഷിച്ചു തുടങ്ങി. ഭാര്യയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. കള്ളപ്പണമുണ്ടെങ്കിൽ തെളിയിക്കട്ടെ എന്നും സുധാകരൻ പറഞ്ഞു. വി.ഡി. സതീശന്റെയും കെ. സുധാകരന്റെയും ഡൽഹി സന്ദർശനം വി.ഡി. സതീശന്റെ സ്ഥാനമുറപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമെന്ന് ഇ.പി. ജയരാജൻ. രമേശ് ചെന്നിത്തലയ്ക്കും നേരെ ഒളിയമ്പുണ്ട്. AICCയിലും ഹൈക്കമാൻഡിലും നല്ല സ്വാധീനമുള്ള കേരളത്തിലെ നേതാക്കളാണ് പല വാർത്തകളും പുറത്തു കൊടുക്കുന്നത് എന്നും സതീശനും മനസ്സിലാകുന്നുണ്ട്. സതീശന്റെ കഴിവുകേടിനും ജനകീയ അംഗീകാരമില്ലാത്ത പത്രസമ്മേളനങ്ങൾക്കുമെല്ലാം എതിരായ പ്രതികരണം വ്യാപകമാണ്. സുധാകരനെതിരെ നിയമപരമായും ധാർമ്മികമായും എതിർക്കാൻ കഴിയാത്ത തെളിവുകൾ വന്ന ഘട്ടത്തിൽ രാജി അനിവാര്യമായിരുന്നുവെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. കോട്ടയത്തെ ബസ്സുടമ CITU ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. നാളെ രാവിലെ 10 മണിക്ക് വീണ്ടും ചർച്ച നടത്തും. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് CITU നേതാവ് PJ വർഗീസ് പറഞ്ഞു. ചർച്ചയും ഞങ്ങൾ തൃപ്തരാണ്. പിന്നെ ഞങ്ങൾക്ക് പൊതുവിലുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ. ഞങ്ങൾക്ക് ബസ്സുകൾക്ക് അല്പം വരുമാനം കൂടി ഉണ്ടെങ്കിൽ ശമ്പളം കൊടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. അവർക്ക് അവരുടെ നേതൃത്വമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാൻ ഒരു സമയം കൊടുക്കണം. നാളെ 10:00 വീണ്ടും സംസാരിച്ച് തീർക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം അവർ പറയുന്ന ഒരു പ്രധാന ആക്ഷേപം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജീവനക്കാരുടെ അടുത്ത് വിവേചനം കാണിക്കുന്നുള്ളതാണ്, തരംതിരിവ് കാണിക്കുന്നു. അപ്പോൾ അത് ചില ജീവനക്കാരെ ചില വണ്ടിയെ മാത്രമായിട്ടിടുന്നു. അതിന് പരിഹാരമായിട്ട് എല്ലാ 4 വണ്ടിയാണ് ഉടമയുടെ അതായിട്ടുള്ളത്, നിയന്ത്രണമുള്ളത്. ആ 4 വണ്ടിയിലും തൊഴിലാളികൾ മാറി മാറി പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജി ശ്രീത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീത്ത്, ഏത് വിഷയത്തിൽ പെട്ടാണ് ഈ ചർച്ച അലസിയത്? ചർച്ച പൂർണ്ണമായും അലസി എന്ന് പറയാൻ കഴിയില്ല. ഇതിൽ CITU കൂടുതൽ സമയം ചോദിക്കുകയാണ് ചെയ്തത്. അതായത് ഈ ബസ് ഉടമകൾ ഒരു ബസ്സിലെ ജീവനക്കാർക്ക് മാത്രം കുറഞ്ഞ ശമ്പളം എന്ന നില ആണ് ഈ CITU ചൂണ്ടിക്കാണിച്ചത്. ഇക്കാര്യത്തിൽ ആദ്യമേ തന്നെ ഈ ചർച്ചയിൽ തീരുമാനമായി. അതായത് ഈ ജീവനക്കാരെ റൊട്ടേറ്റ് ചെയ്യാൻ, അതായത് ഒരു ബസ്സിലെ ജീവനക്കാരെ 15 ദിവസം ആ ബസ്സിലും പിന്നീടുള്ള 15 ദിവസം മറ്റൊരു ബസ്സിലും എന്ന നിലയിൽ റൊട്ടേറ്റ് ചെയ്യാൻ ഈ ഉടമ അംഗീകരിച്ചു. ആദ്യമേ അദ്ദേഹം വെച്ച ഫോർമുല അതായിരുന്നു. ഫലത്തിൽ അത് ചർച്ചയിൽ പങ്കെടുത്ത CITU നേതാക്കൾക്കും ഇതിൽ തൃപ്തിയുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ പ്രഖ്യാപനം നടത്താൻ കഴിയൂ എന്ന് CITU യോഗത്തെ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ 10:00 ഇതിൽ വീണ്ടും ചർച്ച നടക്കും. അതുതന്നെയാണ് CITU നേതാക്കളും ആശാവഹമായ പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് മാധ്യമങ്ങളോട് PJ വർഗീസ് നേരത്തെ പറയുകയും ചെയ്തത്. പക്ഷേ ഈ ബസ് ഏതെങ്കിലും ഒരു ബസ്സിൽ മാത്രമുള്ള ഒരു പ്രശ്നമല്ല. അതായത് 2000-ലധികം ലാഭം ഇല്ല, നീക്കിയിരിപ്പില്ല എങ്കിൽ ഈ കൂടുതൽ പണം, ഉയർന്ന ബാറ്റ നൽകാൻ കഴിയില്ല എന്നൊരു പ്രശ്നമാണ് ഉടമകൾ ചൂണ്ടിക്കാണിച്ചത്. അത് കേവലം ഈ ഒരു ബസ്സിലെ പ്രശ്നം മാത്രമല്ല, ജില്ലയിൽ മറ്റു പല ബസ്സുകളിലും സമാനമായ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കുറഞ്ഞ ലാഭം ലഭിക്കുന്ന ബസ്സുകളിൽ പലതിലും കയ്യിൽ നിന്ന് ഇടേണ്ടി വരുന്ന സ്ഥിതിയുണ്ടെന്ന് പോലും ഉടമകൾ പറയുന്നു. അങ്ങനെയുള്ള ബസ്സുകളിൽ ബാറ്റ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഉടമകളുടെ നിലപാട്. ഫലത്തിൽ CITU അതിനെ എതിർക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നാളത്തോടെ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, ശരി. സംസ്ഥാനത്ത് മഴ കനക്കും. ഇടുക്കിയിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. എന്നാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അറിയിപ്പില്ല. ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും. ഹിമാചൽ പ്രദേശിൽ 6 പേർ മരിച്ചു. ദേശീയപാതകളിലടക്കം ഗതാഗതം സ്തംഭിച്ചു. മണ്ടിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. മൺസൂണിന്റെ ഭാഗമായി പതിയെ തുടങ്ങിയ മഴ വളരെ പെട്ടെന്നാണ് പേമാരിയായി പെയ്തിറങ്ങിയത്. ഹിമാചൽ പ്രദേശിലെ മണ്ടിയിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായി. ഇതേ തുടർന്ന് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കുതിച്ചുവന്ന മലവെള്ളപ്പാച്ചിലിൽ റോഡുകൾ ഒഴുകിപ്പോയി. മലയിൽ നിന്ന് മണ്ണും കല്ലും പതിച്ച് നിരവധി റോഡുകൾ തകർന്നു. വെള്ളത്തിന്റെ ശക്തിയിൽ നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. ഹിമാചലിൽ മാത്രം 2 ദേശീയപാതകൾ തകർന്നു. 124 റോഡുകൾ താറുമാറായി. രക്ഷാപ്രവർത്തനത്തെ ഇത് സാരമായി ബാധിച്ചു. റോഡിന്റെ 2 വശങ്ങളിൽ നിന്നും അപകട സ്ഥലങ്ങളിലേക്ക് എത്താനാകാത്ത സ്ഥിതിയുണ്ടായി. തണ്ട മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് വെള്ളം ഇരച്ചുകയറി.
ഗതാഗതം സ്തംഭിച്ചതിനെ തുടർന്ന് മണ്ഡി മണാലി ദേശീയപാതയിൽ 7 മൈൽ ദൂരത്തിലാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത്. हमारे 303 जो है जानवर हैं उनका नुकसान हुआ है और इसके साथ साथ जो शॉप्स हैं, काउ शेड्स हैं, घर हैं, इनमें के भी डैमेज की सूचना है क्योंकि ये रिपोर्ट आने में थोड़ा समय लग रहा है. अभी तक लगभग पिछले 3 दिनों में 3 करोड़ के आसपास का लॉस का अनुमान है. ജമ്മു കശ്മീരിലും മഴ വ്യാപക നാശമാണ് വിതച്ചത്. റംബാൻ ജില്ലയിലും ഹർണിനല്ലയിലും മഴവെള്ളം കുത്തിയൊലിച്ചു വന്നു. കനത്ത മണ്ണിടിച്ചിലാണ് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ റംബാൻ സെക്ടറിൽ ഉണ്ടായത്. ഇതേ തുടർന്ന് ഉധംപൂരിൽ ചരക്ക് ലോറികൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കുടുങ്ങി. ശ്രീനഗറിൽ ഇടിയോടുകൂടിയ കനത്ത മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത്. ജമ്മു കശ്മീരിന്റെ പല മേഖലകളിലും ഇപ്പോഴും മഴ തുടരുകയാണ്. രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിലും ഗുജറാത്തിലെ ആരവല്ലിയിലും അടക്കം കനത്ത മഴയാണ് 24 മണിക്കൂറിനിടെ പെയ്തത്. ഡൽഹിയിലും ഹരിയാനയിലും ശക്തമായ മഴ അനുഭവപ്പെട്ടു. ഡൽഹിയിൽ അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മഴയെ തുടർന്ന് ഹരിയാനയിൽ കാർ ഒലിച്ചുപോയി. മഹാരാഷ്ട്രയിലും കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. മുംബൈ നഗരത്തിൽ 24 മണിക്കൂറിനിടെ 31 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. നഗരത്തിന്റെ കിഴക്കൻ മേഖലകളിൽ 51 മില്ലിമീറ്റർ മഴയും റിപ്പോർട്ട് ചെയ്തു. പെട്ടെന്ന് പെയ്ത മഴയിൽ മുംബൈ നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. സബ്വേകളിലടക്കം വാഹനങ്ങൾ കുടുങ്ങി. മൺസൂൺ കരുത്താർജിച്ചതോടെ വരും ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിലെ വിവിധ ഭാഗങ്ങളിലും മുംബൈയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഒരാഴ്ചയിലേറെയായി കനത്ത മഴ പെയ്ത അസമിൽ മഴയുടെ ശക്തി കുറഞ്ഞു. ബാർപേട്ടയിൽ വെള്ളക്കെട്ട് തുടരുകയാണെങ്കിലും ശക്തമായ മഴ ശമിച്ചത് സ്ഥിതി മെച്ചപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിചാരണയുടെ പേരിൽ പതിറ്റാണ്ടുകളോളം തടവിലിട്ട ശേഷം കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുകയും പിന്നീട് അവരെ ജയിൽ മോചിതരാക്കുകയും ചെയ്യുന്ന നിയമ സംവിധാനം മാറ്റുന്നതിൽ പുനർവിചിന്തനം വേണമെന്ന് മദനി. തന്നെ കുടുക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് തിരിക്കവെയാണ് മദനി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇങ്ങോട്ട് വരുമ്പം തന്നെ എനിക്കറിയാമായിരുന്നു വളരെ പെട്ടെന്നൊന്നും തിരിച്ചു പോകാൻ കഴിയില്ല. കാരണം വളരെ ആസൂത്രിതമായിട്ട് തന്നെ കുടുക്കിയതായതുകൊണ്ട് തന്നെ ഒരു ദീർഘമായ പതിറ്റാണ്ടുകളോളം മനുഷ്യരെ വിചാരണ തടവുകാരാക്കി വെച്ചിരിക്കുക. പിന്നെ അവർ നിരപരാധികളാണെന്ന് പറഞ്ഞിട്ട് വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ തന്നെ ഒരു നീതിന്യായ സംവിധാനത്തിന് അപമാനകരമായൊരു കാര്യമാണ്. അതേക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ പുനർവിചിന്തനം നടത്തും എന്നാണ് ഞാൻ കരുതുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച MSF പ്രവർത്തകരെ വിലങ്ങുവച്ചതിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ന്യായമായ കാര്യത്തിന് സമരം നടത്തിയ വിദ്യാർത്ഥികളെ കൈവിലങ്ങ് വച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് UDF സംഘടനകളുടെ തീരുമാനം. കൊയിലാണ്ടിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ ഇന്നലെയാണ് MSF പ്രവർത്തകർ കരികൊടി കാണിച്ചത്. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങ് വെച്ചതാണ് വിവാദമായത്. പോലീസ് നടപടി നിയമവിരുദ്ധമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കഴിഞ്ഞ 7 വർഷമായി സൗകര്യം കൂട്ടില്ല. ഇത്തവണ ഭീകരമായ സ്ഥിതിയാണ്. ആർക്കും കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സൗകര്യമില്ല. അല്പം ബാച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഒരു നോബിൾ കോസിന് വേണ്ടി സമരം നടത്തിയ വിദ്യാർത്ഥികളെ കയ്യാമം വെച്ച് കൊണ്ടുപോവുക, ഇത് എവിടുത്തെ മര്യാദയാണ്? സമരം ചെയ്ത വിദ്യാർത്ഥികളെ കയ്യാമം വയ്ക്കാൻ AK സെന്ററിൽ നിന്നുള്ള നിർദ്ദേശം വാങ്ങി പ്രവർത്തിക്കുന്ന പോലീസിനെ കഴിയുമെന്ന് VD സതീശൻ വിമർശിച്ചു. CPMന് വിടുപണി ചെയ്യുന്നതിനേക്കാൾ ഭേദം യൂണിഫോം അഴിച്ചുവെച്ച് പോകുന്നതാണ് നല്ലതെന്നും സതീശൻ പറഞ്ഞു. പോലീസ് പിണറായിയുടെ കൂലിപ്പട്ടാളമാകരുതെന്ന് MK മുനീർ വിമർശിച്ചു. ആ പോലീസുകാരൻ അദ്ദേഹം കുറിച്ചു വെച്ചോട്ടെ, അദ്ദേഹം പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുടെയോ കൂലിപ്പട്ടാളമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലീസിന്റെ പണി എടുക്കുന്നില്ലെങ്കിൽ പോലീസിനെ കൊണ്ട് ആ പണി എങ്ങനെ എടുപ്പിക്കാൻ പറ്റും എന്നുള്ളത് അറിയുന്നൊരു പ്രസ്ഥാനമാണ് ഞങ്ങൾ. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് MSF നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് MSF തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. കേരളത്തിൽ നിന്നാണ് കൂടുതൽ പേരും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോയതെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. AI ക്യാമറ പദ്ധതി അഴിമതി ഇടപാടാണ്. ആത്മനിർഭർ ഭാരതിലൂടെ ലോകരാജ്യങ്ങളിലെ പ്രധാന സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുകയാണെന്നും നഡ്ഡ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ തുടക്കമായി തിരുവനന്തപുരം വിശാൽ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിടുന്നതായിരുന്നു BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ തലസ്ഥാനത്തേക്കുള്ള വരവ്. ദൈവത്തിന്റെ സ്വന്തം നാട് അഴിമതിയുടെ നാടായി മാറിയെന്നും
കേരളത്തിന്റെ ബൗദ്ധിക മുന്നേറ്റങ്ങളെ ഇടതു സർക്കാർ കായികമായി അടിച്ചമർത്തുന്നുവെന്നും JP Natta. Lot of bloodshed has taken place, and the intellectual pursuits have been challenged by the physical assaults in this land, God's own country, which is very detrimental. ये बहुत ही दुखदायी है, ये बहुत ही चिंताजनक है. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 8.7% ഉയർന്നു. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാൾ ഉയർന്ന നിരക്കാണിത്. കേരളത്തിൽ സ്ത്രീപീഡനം തുടർക്കഥയാവുന്നുവെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ആരോപിച്ചു. സംരംഭകർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കേരളത്തിൽ. Kerala has not grown industrial to its potential because of union trouble. They've beaten up the superstore owner 2 months ago in Thiruvananthapuram. If this kind of LDF activity will go on, how industries and businesses will come in Kerala? മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രകൾ പ്രഹസനമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. നാട്ടിൽ അക്രമവും അരാജകത്വവും മാത്രം നടക്കുന്നുവെന്നും പ്രധാന പ്രതിപക്ഷം ഒന്നുമല്ലാതായി മാറിയെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്നതുകൂടിയായിരുന്നു BJP ദേശീയ അധ്യക്ഷന്റെ കേരളത്തിലേക്കുള്ള വരവ്. ന്യൂസ് 18 തിരുവനന്തപുരം. സിറോ മലബാർ സഭ കേസിൽ ഭൂമിയിടപാട് കേസിൽ എറണാകുളം അങ്കമാലി അതിരൂപത പ്രൊക്യൂട്ടർ പോൾ മാടശ്ശേരി EDക്ക് മുന്നിൽ ഹാജരായി. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാക്കി. രേഖകൾ ഹാജരാക്കാൻ ED നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. കർദിനാൾ ഉൾപ്പെടെയുള്ളവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഭൂമി ഇടപാട് നടന്ന സമയത്തെ സഭയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു. വ്യാജ ഡിഗ്രി കേസിലെ നിർണായക തെളിവുകൾ ശേഖരിച്ചു പോലീസ്. പ്രധാന തെളിവായ കലിംഗ സർവകലാശാലയുടെ പേരിലുള്ള ബിരുദ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ഇന്നലെ ഉച്ചയോടെ നിഖിലിന്റെ കായംകുളത്തെ വീട്ടിൽ നിന്നും കണ്ടെത്തി. വ്യാജരേഖ നിർമ്മിച്ച കൊച്ചിയിലെ ഓറിയോൺ എന്ന മാൻ പവർ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ നിഖിലിനെ എത്തിച്ച് തെളിവെടുക്കും. വ്യാജ ഡിഗ്രി തയ്യാറാക്കാൻ സഹായിച്ച SFI കായംകുളം ഏരിയ കമ്മിറ്റി മുൻ പ്രസിഡന്റ് അബിൻ C. രാജിനെ നാട്ടിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ആലപ്പുഴ കായംകുളം മാർക്കറ്റ് റോഡിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കണ്ടെത്തിയത്. മുറിയിലെ അലമാരിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇത്. വ്യാജ ഡിഗ്രി വിവാദം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഒളിവിൽ പോകേണ്ടി വന്നതിനാൽ നിഖിലിന് സർട്ടിഫിക്കറ്റുകൾ നശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 4 മാസം മുമ്പ് നിഖിലിനെതിരെ വ്യാജ ഡിഗ്രി ആരോപണം സംബന്ധിച്ച് കായംകുളം CPM ഏരിയ കമ്മിറ്റിക്ക് പരാതി ലഭിച്ചപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും നിഖിൽ അതിന് തയ്യാറായിരുന്നില്ല. തുടർന്ന് SFI ഏരിയ സമ്മേളനത്തിൽ വിഷയം ചർച്ചയാവുകയും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് SFI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലും വിഷയമുയർന്നു. അന്ന് SFI ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു നിഖിൽ. പുതിയ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കുന്നതിനായി CPMന്റെ SFI ഫ്രാക്ഷൻ കമ്മിറ്റി ചേർന്നപ്പോൾ നിഖിലിനോട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ജില്ലാ സെക്രട്ടറി R. നാസറും SFI ഫ്രാക്ഷന്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് അംഗം KS ബാബുജാനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തുല്യതാ സർട്ടിഫിക്കറ്റ് മാത്രമാണ് അവിടെയും ഹാജരാക്കിയത്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് സർവകലാശാലയിലാണെന്നും ഹാജരാക്കാൻ കൂടുതൽ സമയം വേണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ പാർട്ടി ഇതിന് തയ്യാറായില്ല. നിഖിലിനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. സർട്ടിഫിക്കറ്റുകൾ വീട്ടിൽ നിന്ന് ലഭിച്ചതോടെ പാർട്ടിയോടും SFIയോടും നിഖിൽ ഒരുപോലെ കളവ് പറയുകയായിരുന്നു എന്നതും വ്യക്തമാവുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. അട്ടപ്പാടി കോളേജിൽ K. വിദ്യ നൽകിയത് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് തന്നെയെന്ന് സ്ഥിരീകരിച്ച അഗളി പോലീസ്. വിദ്യ 2 വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി. പോലീസിന്റെ സൂക്ഷ്മ പരിശോധനയിലാണ് കണ്ടെത്തൽ. വ്യാജ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ന്യൂസ് 18 കിട്ടി. പോലീസിന്റെ സൂക്ഷ്മ പരിശോധനയിലാണ് വിദ്യ അട്ടപ്പാടി കോളേജിൽ നൽകിയത് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് കണ്ടെത്തിയത്. അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പൽ ലാലിമോൾ വർഗീസ് അഗളി പോലീസിന് നൽകിയ പരാതിക്കൊപ്പം 2 വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഉണ്ടായിരുന്നു. 2018 ജൂൺ 4 മുതൽ 2019 മാർച്ച് 31 വരെയുള്ളതും 2020 ജൂൺ 6 മുതൽ 2021 മാർച്ച് 31 വരെയുള്ള പ്രവർത്തന പരിചയ സർട്ടിഫിക്കറ്റുകളാണ് വിദ്യ അട്ടപ്പാടി കോളേജിൽ ഹാജരാക്കിയത്. 2 സർട്ടിഫിക്കറ്റുകളും വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അസൽ സർട്ടിഫിക്കറ്റ് അട്ടപ്പാടി ചുരത്തിൽ കീറിയെറിഞ്ഞെന്ന് വിദ്യ പോലീസിന് മൊഴി നൽകിയിരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയത് എവിടെയാണെന്നും സഹായികൾ ആരൊക്കെയാണെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. S. വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്.
ഡൽഹിയിൽ പട്ടാപ്പകൽ റോഡിന്റെ മധ്യത്തിൽ തോക്കു ചൂണ്ടി മോഷണം. കാറിന് മുന്നിൽ ബൈക്ക് കുറുകെ നിർത്തി പുറത്തിറങ്ങിയ അക്രമികൾ കാറിന്റെ വാതിൽ തുറന്ന് യാത്രികന് നേരെ തോക്കു ചൂണ്ടിയ ശേഷം മോഷണം നടത്തുകയായിരുന്നു. 2 ലക്ഷത്തോളം രൂപയാണ് മോഷണം പോയത്. പ്രഗതി മൈതാൻ അണ്ടർ പാസേജിലാണ് സംഭവം. മിനായിൽ ഹാജിമാരെത്തി തുടങ്ങിയതോടെ ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് തുടക്കമായി. 5 സമയങ്ങളിലെ പ്രാർത്ഥന ഹാജിമാർ മിനായിൽ വെച്ച് നിർവഹിക്കും. നാളെ രാവിലെ ഹാജിമാർ അറഫയിലേക്ക് പോകും. നാളെയാണ് അറഫ സംഗമം. പാറക്കെട്ടുകളോടുകൂടിയ മിനാ താഴ്വാരം പ്രാർത്ഥനകളാൽ മുഖരിതം. ദൈവകൽപ്പനയനുസരിച്ച് ഇബ്രാഹിം കഴിഞ്ഞ ഇടമെന്നാണ് വിശ്വാസം. ചരിത്രം രചിക്കപ്പെട്ടയിടത്ത് ഹാജിമാർ പ്രാർത്ഥനയുമായി കഴിയുന്നതോടെയാണ് ഹജ്ജ് കർമ്മത്തിന് തുടക്കമായത്. ആരാധനയും പ്രാർത്ഥനകളുമായി ഇന്ന് മിനായിൽ കഴിയുന്ന ഹാജിമാർ 5 സമയങ്ങളിലെ നമസ്കാരങ്ങൾ നിർവഹിക്കും. നാളെ നടക്കുന്ന അറഫ സംഗമത്തിന്റെ മുന്നൊരുക്കം കൂടി നടത്തുകയാണ് മിനായിൽ ദുൽഹജ്ജ് 8-ാം തീയതിയായ ഇന്ന് ഹാജിമാർ. അറഫ സംഗമത്തിൽ നാളെ 20 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കും. പ്രവാചക ചര്യ അനുസരിച്ചാണ് ഹാജിമാരുടെ മിനായിലെ ഇന്നത്തെ താമസം. തീർത്ഥാടകർക്ക് താമസത്തിനായി വൻ സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ഒരു കൊതുക് ഫാക്ടറിയുണ്ട്. കേരളത്തിൽ പനി പടരുമ്പോഴും ഈ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഒരു നടപടിയും എടുത്തിട്ടില്ല. പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞ് ഒഴുക്ക് നഷ്ടപ്പെട്ട തോടിന് സമീപത്തുകൂടി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളെ തുരത്താൻ സർക്കാർ പ്രഖ്യാപിച്ച 3 ദിവസത്തെ ഡ്രൈ ഡേ അവസാനിച്ചു. പക്ഷെ സർക്കാർ ഇനിയും കണ്ണു തുറന്നു കാണാത്ത നഗരമധ്യത്തിലെ ചില കാഴ്ചകളുണ്ട്. അതിലേക്ക് ഇത് തലസ്ഥാന നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്. മുമ്പത്തേക്കാൾ മോശം അവസ്ഥയാണ് ഇപ്പോൾ. പ്ലാസ്റ്റിക് നിറഞ്ഞു കവിഞ്ഞു. ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ കൊതുകിന്റെ മുട്ടയിടൽ കേന്ദ്രമാണ് തോടിപ്പോൾ. സമീപത്ത് കൂടി ആൾക്കാർക്ക് നടക്കാൻ പോലും കഴിയില്ല, അത്രത്തോളമുണ്ട് ദുർഗന്ധം. സാധാരണ മഴയ്ക്ക് മുൻപ് ശുചീകരണം നടത്താറുണ്ട്. ഇത്തവണ അതും ഉണ്ടായില്ല. ചവറ് പോലും മാറ്റാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. ചുമ്മാ കൊണ്ടുവന്ന് നെറ്റ് അടിച്ചു, കുറെ പൈസ നെറ്റിനും ഇതിന്റെ മെയിൻ്റനൻസ് എന്നും പറഞ്ഞ് കളഞ്ഞല്ലാതെ അതിന്റെ ചവറ് മാറ്റുകയോ ഇല്ലെങ്കിൽ കൊതു നശിപ്പിക്കുന്നതിനുള്ള സംവിധാനം ചെയ്യുകയോ ഏതൊന്നും അവർ ചെയ്യാറില്ല. ഇതിൻ്റെ നടുക്കൊരു മരം വീണ് കിടപ്പുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ഇവിടെ വന്ന് ഒരു 4-5 നായ് ഇതിനകത്ത് വീണിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഫയർ ആൻഡ് റെസ്ക്യൂ വന്നാൽ പോലും ഈ മരത്തിന് അവർ ക്ലിയർ ചെയ്യത്തില്ല. ഈ ഓട ഒന്ന് സെറ്റ് ചെയ്യാനും അവർ തയ്യാറല്ല. ആമയിഴഞ്ചാൻ തോടിന്റെ നവീകരണത്തിനായി പല പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും എല്ലാം കടലാസിലൊതുങ്ങി. നഗരത്തിലെ വെള്ളക്കെട്ട് തടയാൻ നടപ്പിലാക്കിയ ഓപ്പറേഷൻ അനന്തയും എങ്ങും എത്തിയില്ല. ഫലമോ പഴയതിനേക്കാൾ മോശം സ്ഥിതിയിലേക്ക് തോട് മാറി. ആമയിഴഞ്ചാൻ തോടിലെ ഈ കാഴ്ചകൾ പുതിയതല്ല. ഇതുവഴി പോകുന്നവരും ഇവിടെയുള്ളവരുമെല്ലാം ഇതിന്റെ തിക്തഫലങ്ങൾ കാലങ്ങളായി അനുഭവിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിന്റെ ജീവിത നിലവാരവും റോഡുകളുമെല്ലാം അമേരിക്കയുമായെല്ലാം താരതമ്യപ്പെടുത്തുന്ന ഭരണാധികാരികൾ ഈ കാഴ്ചകൾ കൂടി കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രം. ക്യാമറാമാൻ ഹരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. എറണാകുളം കാലടിയിൽ കുത്തേറ്റ അതിഥിത്തൊഴിലാളിയെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചപ്പോൾ ജീവനക്കാർ ആരും ഉണ്ടായിരുന്നില്ലെന്ന് ആശുപത്രി സൂപ്രണ്ടിന്റെ സ്ഥിരീകരണം. അതിഥിത്തൊഴിലാളിക്ക് പ്രാഥമിക ചികിത്സ പോലും കിട്ടിയില്ലെന്നും ചികിത്സ തേടിയപ്പോൾ ആശുപത്രി പൂട്ടിക്കിടക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശിയായ കമലിന് ഇന്നലെ വൈകിട്ടാണ് കുത്തേറ്റത്. കമൽ ചികിത്സയ്ക്കായി ആദ്യമെത്തിയത് കാലടി മറ്റൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു. എന്നാൽ ആശുപത്രിയുടെ ഗേറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചു. മറ്റാശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിന് കൈ കാണിക്കുന്നതിനിടയിൽ കമൽ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. ആശുപത്രി 1 മണി വരെ ഉള്ളൂ. ആശുപത്രി അടച്ചു പോയായിരുന്നു. അപ്പോൾ ആള് ഡോക്ടർ ഇല്ലാത്ത കാരണം ഇവിടെ വന്ന വണ്ടികളൊക്കെ കൈ കാണിച്ചു. അപ്പോൾ വീണ് കഴിഞ്ഞപ്പോൾ ആൾക്കാർ മേടിച്ച് വണ്ടി കയറിയാമെന്ന് വെച്ച് ആ വണ്ടിയിലുള്ള പെണ്ണുങ്ങളൊക്കെ ഇറക്കിയിരുന്നു. ഈ വണ്ടി കയറ്റി LFലിക്കാട്ട് വിട്ടു. ഞായറാഴ്ചയായതിനാൽ ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ മടങ്ങിയിരുന്നു. രോഗികളില്ലാത്തതിനാൽ പകൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരും രാത്രി ഡ്യൂട്ടിയിലെ ജീവനക്കാരും എത്തിയിരുന്നില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ട് നസീമയുടെ വിശദീകരണം. നഴ്സ് 5:30 വരെ ഉണ്ടായിരുന്നു.
നൈറ്റിനുള്ള നഴ്സിനാണ് വരാൻ പറ്റാത്ത കാര്യം. കുട്ടിക്ക് വയ്യാഞ്ഞിട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ നൈറ്റിൽ ആളില്ലാത്തത് കൊണ്ട് പേഷ്യൻ്റ് IP ഉള്ള ഒരു പേഷ്യൻ്റായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടാണ് കുട്ടിക്ക് വയ്യ. പിന്നെ വേറെ സിസ്റ്റർമാരെയൊക്കെ അറേഞ്ച് ചെയ്യണം. അതുകൊണ്ടാണ്. കാലടിയിൽ നിരവധി പേർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ഫെബ്രുവരി മുതലാണ് കിടത്തി ചികിത്സ ആരംഭിച്ചത്. അന്നു മുതൽ രാത്രി ഡ്യൂട്ടിയും ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിഥി തൊഴിലാളിയുടെ മരണം ജീവനക്കാരുടെ അനാസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. കാസർഗോഡ് എരിക്കുളത്ത് ഭർത്തൃ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് ജയപ്രകാശിനെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 19-നാണ് ചിറപ്പുറം സ്വദേശി ശ്രീജയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമടക്കം വിവിധ കേസുകളിൽ പ്രതിയായ ആകാശ് തില്ലങ്കേരിയെ വിയൂർ ജയിലിൽ നിന്ന് അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനെ മർദ്ദിച്ചതിനെ തുടർന്നാണ് ജയിൽ മാറ്റം. സംഭവത്തിൽ ആകാശ് തില്ലങ്കേരിക്കെതിരെ കേസെടുത്തു. ഇന്നലെ വൈകിട്ടാണ് വിയൂർ സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് രാഹുലിനെ കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട ആകാശ് തില്ലങ്കേരി മർദ്ദിച്ചത്. ആകാശ് കഴിയുന്ന സെല്ലിൽ ഇയാൾ കിടക്കുന്ന ഭാഗം തുണികൊണ്ട് മറച്ചത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. കഴുത്തിനും നെഞ്ചിനും പരിക്കേറ്റ രാഹുൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി. കൊട്ടേഷനും സ്വർണ്ണക്കടത്തും ഉൾപ്പെടെയുള്ള കേസുകൾ കണക്കിലെടുത്ത് കാപ്പ ചുമത്തിയതോടെയാണ് ആകാശ് തില്ലങ്കേരിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. മർദ്ദനത്തിന്റെ പശ്ചാത്തലത്തിൽ ആകാശിനെ വിയൂരിൽ നിന്ന് അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. സംഭവത്തിൽ വിയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഉദ്യോഗസ്ഥനെ മർദ്ദിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ന്യൂസ് 18, തൃശൂർ. മാവേലിക്കരയിൽ കൊലപാതക കേസിൽ ശിക്ഷ വിധിച്ച ശേഷം ഒളിവിൽ പോയ കുറ്റവാളി 27 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. മാങ്ങാങ്കുഴി മറിയാമ്മ കൊലക്കേസ് പ്രതി റജി എന്ന അച്ചാമയാണ് എറണാകുളത്ത് നിന്ന് പിടിച്ചത്. ഇവർ വർഷങ്ങളായി കള്ളപ്പേരിൽ ഇവിടെ താമസിച്ചു വരികയായിരുന്നു. 18-ാം വയസ്സിൽ അതിദാരുണ കൊലപാതകം നടത്തിയ പ്രതിയാണ്. 1/4 നൂറ്റാണ്ടിലേറെ ഒളിവിൽ തുടർന്നു. ഒടുവിൽ പോലീസ് വലയിലായത് കൊലപാതകം നടന്ന 33 വർഷവും ശിക്ഷ വിധിച്ചിട്ട് 27 വർഷവുമായ ശേഷം. ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിനെ തുടർന്നായിരുന്നു അറുന്നൂറ്റിമംഗലം പുത്തൻവേലിൽ വീട്ടിൽ അച്ചാമ്മ ഒളിവിൽ പോയത്. എറണാകുളം ജില്ലയിൽ പല്ലാരിമംഗലം അടിവാടിൽ കാടുവെട്ടിവിളை മിനി രാജു എന്ന വ്യാജ പേരിലായിരുന്നു താമസം. 1990 ഫെബ്രുവരി 21-നാണ് മാങ്കാങ്കുഴി കുഴിപ്പറമ്പിൽ തെക്കേതിൽ പാപ്പച്ചന്റെ ഭാര്യ മറിയാമ്മ വീടിനുള്ളിൽ കൊല്ലപ്പെടുന്നത്. അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തികൊണ്ട് മറിയാമ്മയുടെ കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവായിരുന്നു മരണകാരണം. മറിയാമ്മയുടെ 3.5 പവന്റെ താലിമാല അപഹരിച്ച പ്രതി ചെവി അറുത്തുമാറ്റിയാണ് ഒരു കാതിൽ നിന്ന് കമ്മൽ ഊരിയെടുത്തത്. മറിയാമ്മയുടെ കൈകളിലും പുറത്തുമായി 9ഓളം കുത്തുകളേറ്റിരുന്നു. സ്വന്തം മകളെപ്പോലെ കരുതി മറിയാമ്മ വളർത്തിയ റെജി തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന് ആദ്യം ആരും വിശ്വസിച്ചില്ല. തുടർന്നുള്ള അന്വേഷണത്തിൽ റെജി അറസ്റ്റിലാകുകയായിരുന്നു. 1993-ൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി മാവേലിക്കര കോടതി റെജിയെ കേസിൽ വെറുതെ വിട്ടു. പ്രോസിക്യൂഷൻ നൽകിയ അപ്പീലിൽ 1996 സെപ്റ്റംബർ 11-ന് കേരള ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷിച്ചു. എന്നാൽ വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ റെജി ഒളിവിൽ പോകുകയായിരുന്നു. ഒളിവിൽ പോയ ശേഷം നാടുമായോ ബന്ധുക്കളുമായോ ബന്ധം പുലർത്തിയിരുന്നില്ല. ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ തമിഴ്നാട് സ്വദേശിയെ വിവാഹം ചെയ്ത ശേഷം തമിഴ്നാടിന് പോയി എന്നായിരുന്നു വിവരം. അന്വേഷണത്തിനൊടുവിലാണ് എറണാകുളം പോത്താനിക്കാട് പല്ലാരിമംഗലത്ത് അടിവാട് എന്ന സ്ഥലത്ത് മിനി രാജു എന്ന പേരിൽ റെജി എന്ന അച്ചാമ്മ കുടുംബസമേതം താമസിച്ചു വരുന്നതായി കണ്ടെത്തിയത്. 1996-ൽ ഹൈക്കോടതി വിധി വന്ന ശേഷം ഒളിവിൽ പോയ റെജി കോട്ടയം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ മിനി എന്ന പേരിൽ വീട്ടുജോലി ചെയ്തു വരികയും ആ കാലയളവിൽ തമിഴ്നാട് തക്കല സ്വദേശിയുമായി പരിചയത്തിലാകുകയും 1999-ൽ ഇവർ വിവാഹിതരാകുകയും ചെയ്തു. കുറച്ചുനാൾ തക്കലയിലും പിന്നീട് കോതമംഗലത്ത് പല്ലാരിമംഗലം പഞ്ചായത്തിൽ അടിവാട് എന്ന സ്ഥലത്തുമായിരുന്നു താമസം. കഴിഞ്ഞ 5 വർഷമായി അടിവാട് ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുകയായിരുന്നു പ്രതി. ന്യൂസ് 18, ആലപ്പുഴ. ഇടുക്കി ഉടുമ്പൻചോലയിലെ കാർഷിക മേഖലയിൽ ആനക്കൂട്ടമിറങ്ങി. ഒരു കൊമ്പനും കുട്ടിയാനയും 3 പിടിയാനകളും അടങ്ങുന്ന സംഘമാണ് തോട്ടം മേഖലയിൽ ഇറങ്ങിയത്. 2 ദിവസമാണ് ഈ ആനക്കൂട്ടം ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. ആശങ്ക വർദ്ധിച്ചതോടെ അടുത്തുള്ള 2 ഏലത്തോട്ടങ്ങളിലെ പ്രവർത്തികൾ നിർത്തിവെച്ചു. ചില വാർത്തകൾ ചുരുക്കത്തിൽ. സേഫ് കേരള പദ്ധതിയുടെ ലാപ്ടോപ്പ് വാങ്ങിയതിലും അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. 358 ലാപ്ടോപ്പ് വാങ്ങി ഇതിന് 3 ഇരട്ടിയിലധികം തുക ചിലവായെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.
KPCC അധ്യക്ഷനെ അനാവശ്യമായി കേസുകളിൽ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. UDF-ഉം പാർട്ടിയും ഒറ്റക്കെട്ടായി സുധാകരനൊപ്പമുണ്ട്. കേസ് രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഒരു വശത്ത് പോലീസ് അതിക്രമവും മറുവശത്ത് പാർട്ടിയുടെ അതിക്രമവുമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പട്ടിപ്പലിശയ്ക്ക് പണം കടമെടുത്ത് വ്യവസായം ചെയ്യാമെന്ന് വെച്ചാൽ ആട്ടിയോടിക്കുകയാണ്. വരവേൽപ്പ് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന സംഭവമാണ് കോട്ടയത്തുണ്ടായെന്നും സുരേന്ദ്രൻ പറഞ്ഞു. +1 സീറ്റിന് സമരം ചെയ്തവരെ കയ്യാമം വച്ചതിനെതിരെ PMA സലാം. വ്യാജരേഖക്കാർക്കും ക്രിമിനലുകൾക്കും കയ്യാമമില്ല. കള്ളന്മാരെയും കൊലപാതകങ്ങളെയും കൈകാര്യം ചെയ്യുന്ന പോലെയാണ് കുട്ടികളെ കൊണ്ടുപോയതെന്നും സലാം. എല്ലാവരും തുല്യതയോടെ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വിവേചനം കാണിക്കുന്നില്ലെന്നും ഒബാമ അത് മറക്കരുതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒബാമ ഭരിക്കുമ്പോൾ 6 മുസ്ലിം രാജ്യങ്ങളിൽ ബോംബിട്ടെന്നായിരുന്നു നിർമ്മലാ സീതാരാമന്റെ വിമർശനം. പ്രധാനമന്ത്രി US-ൽ സന്ദർശനം നടത്തുമ്പോൾ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ മുസ്ലിങ്ങളെക്കുറിച്ച് പ്രസ്താവന നടത്തുന്നത് ആശ്ചര്യപ്പെടുത്തുന്നതായും നിർമ്മല. ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ നടൻ പൃഥ്വിരാജിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി. കാലിലെ ലിഗമെന്റിനാണ് കീ ഹോൾ ശസ്ത്രക്രിയ നടന്നത്. കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. മാധ്യമപ്രവർത്തനത്തിന് കേരളത്തിൽ അപ്രഖ്യാപിത സെൻസർഷിപ്പ് എന്ന് രമേശ് ചെന്നിത്തല. മാധ്യമപ്രവർത്തകർക്കെതിരെ കള്ളക്കേസെടുത്തതിൽ പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും കേരള പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിച്ച മാർച്ച് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. G. സുകുമാരൻ നായർക്കും NSS നേതൃത്വത്തിനുമെതിരെ ആഞ്ഞടിച്ചു മേജർ രവി. സുകുമാരൻ നായർ വിവേകത്തോടെ സംസാരിക്കണമെന്നും സമുദായത്തെ വഴിയാധാരമാക്കരുതെന്നും മേജർ രവി വിമർശിച്ചു. കാസർഗോഡ് എരിക്കുളത്ത് ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ജയപ്രകാശിനെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ മുണ്ടപ്പുറം ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിന് നേരെ സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം. 40ഓളം വാട്ടർ ടാപ്പുകൾ, സ്കൂളിന്റെ വിവിധ ബ്ലോക്കുകളിലേക്ക് പോകുന്ന ശുദ്ധജല പൈപ്പുകൾ, നിരീക്ഷണ ക്യാമറ, പുതുതായി നിർമ്മിച്ച മോഡുലാർ ടോയ്ലറ്റ്, ബ്ലോക്കിന്റെ വാതിൽ, ടോയ്ലറ്റുകളിൽ നിന്നും ടാങ്കിലേക്ക് പോകുന്ന പൈപ്പുകൾ എന്നിവയാണ് നശിപ്പിച്ചത്. പെരുമ്പാവൂർ ഓടക്കാലി സെയിന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ കോടതി വിധി നടപ്പാക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ വിശ്വാസികൾ, നൂറുകണക്കിന് യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തി. രാവിലെ മുതൽ പള്ളിയിൽ സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു. പള്ളി വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള നിലപാടിലാണ് യാക്കോബായ വിശ്വാസികൾ. കോട്ടയം നഗരസഭയിൽ ഭരണപരാജയമെന്നാരോപിച്ച് BJP പ്രതിഷേധം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനെ ഉപരോധിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാം 5425, പവന് 43,400, വെള്ളി ഗ്രാം 76, കിലോ 76,000, പ്ലാറ്റിനം ഗ്രാമിന് 3,318. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ഇന്ന് ലഹരി വിരുദ്ധ ദിനം. പയ്യോളിയിൽ വലിയൊരു ലഹരി വിരുദ്ധ സന്ദേശം ഒരുക്കുകയാണ് കീഴൂരിലെ AUP സ്കൂളിന്റെ ചുറ്റുമതിൽ. ലഹരിയുടെ ദുരന്തം വിവരിക്കുന്ന 60 മീറ്റർ നീളമുള്ള ചിത്രമാണ് മതിലിൽ ഒരുക്കിയിരിക്കുന്നത്. തിക്കോടി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായ ശശിഭൂഷണാണ് ലഹരിയുടെ ദുരന്തം വിവരിക്കുന്ന 60 മീറ്റർ ചിത്രം വരച്ചത്. പയ്യോളി നഗരസഭയുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ ചിത്ര ദൗത്യം. ശശിഭൂഷന്റെ ചിത്രങ്ങൾ കാണുന്ന ഒരു കുട്ടിയും ലഹരി ഉപയോഗത്തിലേക്ക് കടക്കില്ല. ലഹരി ഉപയോഗത്തിന്റെ ദുരിതം ഈ ചിത്രങ്ങൾ പറയുന്നു. കീഴൂർ AUP സ്കൂളിന്റെ ചുറ്റുമതിലിൽ ആഴ്ചകൾ കൊണ്ടാണ് ശശിഭൂഷൺ ചിത്രങ്ങൾ വരച്ചു തീർത്തത്. കുട്ടികളുടെ പ്രിയ കാർട്ടൂൺ കഥാപാത്രങ്ങളിലൂടെയുള്ള ബോധവൽക്കരണവും ശ്രദ്ധേയമാണ്. കുട്ടികളെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് സജ്ജരാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇവിടെ ചിത്രം രചിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലൂടെ പുതിയ തലമുറയെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സജ്ജരാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അത്തരം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, പയ്യോളി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചിത്രങ്ങൾ രചിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരം ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു പ്രദേശങ്ങളിലും കടന്നു ചെല്ലാനും അതുവഴി അവിടെ പുതിയ തലമുറയെയും ഇപ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കാൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ്. അവർക്ക് വേണ്ടി പ്രചോദനം ഉൾക്കൊണ്ട് അവരിൽ നിന്ന് ചില പ്രചോദനം ഇങ്ങോട്ട് ഉൾക്കൊള്ളുവാനും അതുവഴി പുതിയ രചനകളിലൂടെ സമൂഹത്തിന് സന്ദേശം നൽകുവാനും കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
പയ്യോളി നഗരസഭയുടെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്കൂളുകളിൽ ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കുന്നത്. നഗരസഭാ പ്രദേശത്ത് ലഹരി ഉപയോഗം അടുത്ത കാലത്ത് വർദ്ധിച്ചിരുന്നു. അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായി പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ എല്ലാ വിദ്യാലയങ്ങളിലും ഈ ചുമർ ചിത്രങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം എന്ന രീതിയിലാണ് ഈ ഒരു പരിപാടി ഇന്ന് തുടക്കം കുറിച്ചത്. 60 മീറ്റർ ദൈർഘ്യമുള്ളതാണ് ചിത്രം. മുൻപ് പള്ളിക്കരയിലെ സ്കൂൾ മതിലിൽ ശശിഭൂഷൺ ഇത്തരത്തിൽ 100 മീറ്ററിൽ ലഹരി വിരുദ്ധ ചിത്രങ്ങൾ വരച്ചിരുന്നു. തിക്കൊടി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം കൂടിയായ ശശിഭൂഷൺ കോവിഡ് കാലത്ത് FLTCകളിൽ ഉപയോഗിക്കാനുള്ള കട്ടിലുകൾ സൗജന്യമായി നിർമ്മിച്ച് ശ്രദ്ധേയനായിരുന്നു. കുട്ടികൾക്ക് ഫർണിച്ചറുകൾ ഇക്കാലത്ത് നിർമ്മിച്ചു നൽകുകയും ചെയ്തു. കുട്ടികളും ഇതുവഴി പോകുന്ന യാത്രക്കാരും ചിത്രങ്ങൾ കാണാനെത്തുന്നുണ്ട്. ന്യൂസ് 18 വടകര. 29ാമത് അമ്മ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ താരമായി പ്രണവ് മോഹൻലാലിന്റെ അവരൻ ബാംഗ്ലൂർ സ്വദേശിയായ പ്രതാപ് ഗോപാൽ ഒരു ഫാഷൻ ഡിസൈനറാണ്. യാദർച്ഛികമായി അമ്മയുടെ യോഗം നടക്കുന്ന സ്ഥലത്ത് എത്തിയ പ്രതാപ് പലരും പ്രണവ് മോഹൻലാലാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇതോടെ പ്രതാപിനൊപ്പം സെൽഫി എടുക്കാനും സംസാരിക്കാനും നിരവധി പേരാണ് എത്തിയത്. ഒറ്റനോട്ടത്തിൽ ആർക്കും മാറിപ്പോകും. പ്രതാപ് ഗോപാലിന് അത്രയ്ക്കുണ്ട് പ്രണവ് മോഹൻലാലിനോട് സാമ്യം. ആദ്യം പ്രണവല്ലെന്ന് തിരിച്ചറിയാതെ തന്നെയാണ് പലരും പ്രതാപിനൊപ്പം ഫോട്ടോയെടുത്തത്. താരസംഘടനയുടെ യോഗമായതിനാൽ ആരും സംശയിച്ചുമില്ല. തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പ്രണവിനെ അനുകരിച്ചുകൊണ്ടുള്ള വീഡിയോകളും ഫോട്ടോഷൂട്ടുകളും പ്രതാപ് പങ്കുവച്ചിട്ടുണ്ട്. ഇതെല്ലാം വൈറലുമാണ്. ഈ സാമ്യം താൻ ആസ്വദിക്കുന്നുണ്ടെന്ന് പ്രതാപ് പറയുന്നു. ഇവിടെ എത്തിയപ്പോൾ മോഹൻലാലിനെ കാണണമെന്ന ആഗ്രഹമുണ്ടായെങ്കിലും അകത്തേക്ക് കയറാനായില്ല. പ്രണവോட ரிசம்பிளன்ஸ் எப்படி ஸ்டார்ட் ஆச்சுன்னா எக்ஸாக்ட்லி 1 year back, one person started நீ எக்ஸாக்ட் பிரணவ் மாதிரி இருக்காங்க. I was like just one person is telling, right? So okay, I just ignored it. So later on, once days passed by and ellarume are you Pranav? So even though I tell guys no, my name is Pratap Gopal, I am not Pranav. No, you are Pranav. So recently என்னோட blue shirt ரொம்பவே வைரல் ஆயிடுச்சுன்னு நினைக்கிறேன். Everyone started telling that it's going viral in Kerala. So I don't know, it was a overnight viral sensation. From Pranav to Pratap, everything just changed. അമ്മയുടെ യോഗത്തിന്റെ സംഘാടകൻ തന്റെ സുഹൃത്തായതിനാലാണ് ഇവിടെ എത്തിയതെന്നാണ് പ്രതാപ് പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. ആമസോൺ വനം വ്യാപകമായ മരമുറിക്കലിനെ തുടർന്നും കൃഷിക്കായി വെട്ടിത്തെളിക്കുന്നതിനെ തുടർന്നും ശോഷിക്കുകയാണ്. വനനശീകരണത്തെ പ്രതിരോധിക്കാൻ പെറു ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം തേടിയിരിക്കുകയാണ്. പ്രാദേശിക ജനവിഭാഗങ്ങൾക്കൊപ്പം റോബോട്ടുകളെയും വനവൽക്കരണത്തിന് അണിനിരത്തുകയാണ് പെറുവിലെ ഒരു കൂട്ടം പരിസ്ഥിതി സംരക്ഷകർ. ആമസോൺ മഴക്കാടുകളുടെ നിലനിൽപ്പ് കാലാവസ്ഥാ വ്യതിയാനത്തെ ബാധിക്കുമെന്നും ജൈവ വൈവിധ്യത്തിന്റെ നിലനിൽപ്പിന് നിർണായകമാണെന്നുമുള്ള നിരവധി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പഠനങ്ങളുണ്ടെങ്കിലും റോഡ് നിർമ്മാണങ്ങൾക്കും കൃഷിക്കുമായി വൻതോതിലാണ് കാട് നശിപ്പിക്കപ്പെട്ടത്. വൻതോതിൽ കാട് വെട്ടിത്തെളിക്കാൻ തുടങ്ങിയതോടെ വനനശീകരണം തടയാൻ അധികൃതർ ഇടപെട്ടു. ജംഗിൾ കീപ്പേഴ്സ് എന്ന പരിസ്ഥിതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വൻ പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. ഇവർ സ്വീഡിഷ് റോബോട്ടിക് കമ്പനിയുടെ സഹായത്തോടെ റോബോട്ടുകളെ ഉപയോഗിച്ചുള്ള വനവൽക്കരണത്തിന് ഒരുങ്ങുന്നു. The mining, the logger, they do have at this point they have advanced technology. They can destroy so much. So if we have robots here to help planting trees and local people be involved and learning technology, it'll be like pretty much battling together. പ്രത്യേകമായി സജ്ജമാക്കിയ നഴ്സറിയിൽ വംശനാശം നേരിടുന്ന മരങ്ങളുടെ വിത്തുകൾ പാകി മുളപ്പിച്ച് തൈകളാക്കിയ ശേഷം റോബോട്ടുകളെ ഉപയോഗിച്ച് തൈകൾ വനത്തിൽ നട്ടുപിടിപ്പിക്കും. സോളാർ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 1 മണിക്കൂറിൽ 600 തൈകൾ വരെ ഈ റോബോട്ടുകൾക്ക് നടാൻ കഴിയും. മാദ്രദേ ദിയോസിന് സമീപത്തൂടെ ഒഴുകുന്ന ലാസ്പദ്രാസ് നദിയുടെ കൈവഴിക്കരികിലാണ് ഈ താവളം. പ്രാദേശികരായ നിരവധി പേരും ഈ വനവൽക്കരണത്തിന്റെ ഭാഗമാണ്. ഇതിലൂടെ നിരവധി പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്. So we invite to the local communities that train with us, they be a ranger. So ranger is one of the good things, but also boat driver, also giving them some workshop that they give them some tools that they can use in other places, like use GPS, some technology, and that help them as well. ആമസോൺ വനത്തിൽ എവിടെ വേണമെങ്കിലും ഈ റോബോട്ടുകളെ ഉപയോഗിക്കാം. നിലവിൽ
ആമസോൺ വനത്തിന്റെ സംരക്ഷണത്തിനായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളൊന്നും ഫലവത്തല്ല എന്നാണ് പരിസ്ഥിതിവാദികൾ പറയുന്നത്. അതിനാൽ പുതിയ നടപടികൾ ആമസോണിന്റെ നാശം തടയാൻ ആവശ്യമാണെന്നും ഇവർ പറയുന്നു. റോബോട്ടുകളെ ഉപയോഗിച്ചുള്ള മരനടൽ അതിന്റെ ചെറിയ ഭാഗം മാത്രമാണെന്നും ജംഗിൾ കീപ്പേഴ്സ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചൈനയുടെ ഓളപ്പരപ്പിൽ വള്ളങ്ങളുടെ കുതിപ്പിന് മിഴിവേകാൻ ആകാശത്ത് അണിനിരുന്നത് 1000-ലേറെ ഡ്രോണുകളാണ്. ചൈനയുടെ സംസ്കാരം വിളിച്ചോതുന്ന രൂപങ്ങളാണ് വിക്ടോറിയ ഹാർബറിലെ രാത്രിയിൽ വിരിഞ്ഞത്. ഹോങ്കോങ്ങിലെ പ്രത്യേക ഭരണ പ്രദേശമായ പശ്ചിമ കൗലോൺ ജില്ലയാണ് ചൈനയുടെ പരമ്പരാഗത ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവലിന് വേദിയായത്. ഇതിന്റെ ഭാഗമായാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഷോ നടന്നത്. വ്യാളിയും ഫീനിക്സ് പക്ഷിയും തുടങ്ങി നിരവധി രൂപങ്ങളാണ് ഡ്രോണുകൾ ആകാശത്ത് തെളിയിച്ചത്. ഹോങ്കോങ് കണ്ട ഏറ്റവും വലിയ ഡ്രോൺ ഷോയായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.